അപ്പം അന്നത്തെ കാലത്ത് ഒരു സിനിമ ചെയ്യാൻ തന്നെ ആലപ്പുഴയിൽ ഒരാൾ തയ്യാറാകുന്നത് എന്ന് വളരെ പ്രയാസമാണ്. ഒരു വലിയ ഭാരിച്ച ഇതായിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോൾ SD ഫാർമസിയിലെ ആലപ്പുഴ മാനേജർ ഗോപിനാഥ് സിനിമ ചെയ്യാമെന്ന് ഇങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പല കഥകളൊക്കെ കണ്ടു. അവസാനം എനിക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു കഥയാണ് അങ്ങേരുടെ കൂട്ടുകാരും ഇങ്ങേരുടെ ചില പീതകാംക്ഷികളുണ്ട്, അവരൊക്കെ കൂടി തീരുമാനിച്ചത്. അങ്ങനെ മനസ്സിലൂടെ അത് ചെയ്യേണ്ടി വന്നു. അതൊരു ഭയങ്കര ക്രൈം ത്രില്ലറാണ്. തുടക്കത്തിൽ തന്നെ ഒരു 9 കൊലപാതകവും ഇതൊക്കെ ആയിട്ടൊക്കെ എൻ്റെ താല്പര്യത്തിന് ചേരാത്തൊരു കഥയാണ്. എന്നാലും ആദ്യത്തെ ഒരു സിനിമ തന്ന ഒരാളെ നമ്മൾ അംഗീകരിക്കണമല്ലോ. അങ്ങനെ അത് ഞങ്ങൾ ചെയ്ത് ഒരു ഷെഡ്യൂൾ തുടങ്ങിയപ്പോൾ അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥയിൽ അങ്ങനത്തെ കഥകൾ അനുവദിക്കുകയില്ല. പിന്നെ ആ കഥ മാറ്റി എഴുതി ഈ 9 കൊലപാതകം എന്ന് പറഞ്ഞ റൂമറാക്കി മാറ്റി കഥ മൊത്തം ട്വിസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് വിഷമിച്ചാണ് ആ പടം ഇറക്കിയത്. ഏറെ ഗൃഹപാഠം ചെയ്തൊരുക്കിയതാണ് അമ്മയും മകളും എന്ന ചിത്രം. സ്റ്റാൻലി ജോസിന്റെ രണ്ടാമത്തെ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായിരുന്നു. മലയാളത്തിലെ വമ്പൻ സിനിമാ ബാനറുകളുടെ എത്രയോ ഹിറ്റ് സിനിമകൾക്ക് പിന്നിലും സ്റ്റാൻലി ജോസ് ഉണ്ടായിരുന്നു. സംവിധായകനായല്ല, സംവിധാന മേൽനോട്ടം എന്ന പദവിയായിരുന്നു ആ ചിത്രങ്ങളിലെല്ലാം ഇദ്ദേഹത്തിന്. അതിനുശേഷം ചെയ്ത അമ്മയും മകളും അത് വലിയ വിജയമായിരുന്നു. നാനായി തന്നെ അതിൻ്റെ റെക്കോർഡ് കൊടുത്തിരുന്നു. അക്കാലത്തെ 4ാമത്തെ കളക്ഷൻ റെക്കോർഡാണെന്ന്. അത് ആലപ്പുഴ സിനിമ വെള്ളിയാഴ്ച റിലീസ് ചെയ്തു. ഞായറാഴ്ച ഉച്ചയ്ക്ക് മാറ്റിനിക്ക് 20 പുരുഷന്മാർക്കാണ് ടിക്കറ്റ് കൊടുത്തത്. ബാക്കി അവിടെ സ്ത്രീകളുടെ ഒരു സമുദ്രമായിരുന്നു. അതൊക്കെ ഭയങ്കര റെക്കോർഡാണ്. അങ്ങനെ ആ പടം നന്നായിട്ട് കളക്ട് ചെയ്തു. എന്നാൽ അതിനുശേഷവും എനിക്കൊരു പ്രൊഡ്യൂസറെ കിട്ടിയില്ല എന്നുള്ളതാണ്. എൻ്റെ വൈഫാണ് അതിൻ്റെ കഥയും തിരക്കഥയൊക്കെ. വേഴാമ്പലും വൈഫ് തന്നെ എഴുതിയത്. ഇതിൻ്റെ കഥയും തിരക്കഥയൊക്കെ എൻ്റെ വൈഫ് തന്നെ എഴുതി. ആ പെൺകുട്ടി നീയായിരുന്നുവെങ്കിൽ എന്ന സിനിമ സ്റ്റാൻലി ജോസിന്റെ പേരിൽ ഒരുക്കപ്പെട്ടിരുന്നു. ദൗർഭാഗ്യം കൂടപ്പിറപ്പായ സംവിധായകന്റെ ഈ ചിത്രം പക്ഷെ തിയേറ്ററുകളിൽ എത്തിയില്ല. തോറ്റുപോകുന്നവന്റെ വേദന എപ്പോഴും ഇദ്ദേഹം ഉള്ളിൽ ഒതുക്കുകയായിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ 70mm സൂപ്പർഷൻ ചെയ്യാനുള്ള ഭാഗ്യവും നവോദയ വഴി കിട്ടി. തച്ചോളിയമ്പ് മുതൽ മഞ്ഞുരിഞ്ഞ പൂക്കൾ, പടയോട്ടം, തീക്കടൽ, അപ്പോഴൊക്കെ എനിക്ക് നല്ല സ്വാതന്ത്ര്യമായിട്ട് ശരിക്കൊരു അസോസിയേറ്റായിട്ടും ഡയറക്ടറായിട്ടുമൊക്കെ ഉള്ള നിലയിൽ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനൊത്തു. മഞ്ഞുരിഞ്ഞ പൂക്കളിന് ഏതാണ്ട് 20 ദിവസം എൻ്റെ റൂമിലാണ് മോഹൻലാൽ താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ തമ്മിലൊരു നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. പ്രൊഡ്യൂസർമാർ എന്നെ അന്വേഷിച്ച് വന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, നിലവിലുള്ള പ്രൊഡ്യൂസർമാരെ ഞാൻ സമീപിച്ചില്ല. ഞാൻ പുതിയ പ്രൊഡ്യൂസറെ ഉണ്ടാക്കാൻ നോക്കി. കാര്യം പഴയൊരു പ്രൊഡ്യൂസർ ചെന്ന് കഴിഞ്ഞാൽ അയാൾ എന്നെ കയറി നിയന്ത്രിക്കും. മനസ്സിലായി, നിയന്ത്രിച്ചിട്ട് എനിക്ക് ചെയ്യാനുള്ളത് ഇപ്പം ഞാനിതുപോലെ പല പ്രൊഡ്യൂസർമാരെയും 1-2 പേരെ ഞാൻ ഇതുപോലെ കാണിച്ച് നോക്കി. ചില സബ്ജക്റ്റൊക്കെ കാണിച്ച് നോക്കുമ്പോൾ അവർ നോക്കിയിട്ട് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ക്വാളിറ്റിയിൽ നോക്കുന്നത് അതിൽ വില കൂടിയ സീനൊക്കെ വെട്ടിക്കളയുക, ഈ ചിലവ് കൂടിയ സീനൊക്കെ വെട്ടിക്കളയുക ഈ പ്രൊഡക്ഷന്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല സിനിമ ചെയ്യാനൊക്കെയല്ല. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ നമുക്ക് ഇപ്പോൾ ഫീൽഡിലുള്ള പ്രൊഡ്യൂസർമാരെ കാണേണ്ട. പുതിയൊരാളെ ആണെങ്കിൽ നമുക്ക് അയാളെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ പുതിയൊരാളെ മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസമുണ്ട്. അതും വലിയൊരു ഇതാണ്. നമ്മൾ ചെയ്യുന്ന പലതും ആവശ്യമില്ലാത്തതാണ്, വേണ്ടാത്തതാണെന്നൊക്കെ പുതിയൊരു പ്രൊഡ്യൂസർക്ക് തോന്നും. അതവരെ ബോധവാന്മാരാക്കണം. നടീനടന്മാരെ താരങ്ങളാക്കി മാറ്റുന്ന സിനിമാ പ്രവണതകളോട് എതിർപ്പുള്ള ആളാണ് ഇദ്ദേഹം. നല്ല സിനിമ നല്ല കഥയിൽ നിന്നുണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്ന സംവിധായകനാണ് ഇദ്ദേഹം. നല്ല സിനിമാ സ്വപ്നങ്ങളാണ് ഇന്നും ഈ സംവിധായകന്റെ മനസ്സിലുള്ളത്. അന്ന് സിനിമ ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഈ നായകനെ വെച്ച് തിയേറ്ററുകാരും എല്ലാം അങ്ങനത്തെ ഒരു സബ്ജക്റ്റിൻ്റെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ വളർച്ച വന്നാണ് ഇപ്പോൾ സിനിമ ഇത്രയും മോശമായത്. ഈ സബ്ജക്റ്റിനേക്കാൾ നായകൻ വളർന്നപ്പോൾ. അത് തമിഴിലൊക്കെ ഇപ്പോഴും സബ്ജക്റ്റാണ് പ്രധാനം. ഡയറക്ഷൻ പഠിക്കാൻ വരുന്നവർ പലരും ഈ എല്ലാവരും ഈ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് വരുന്നത്. ഇതിൻ്റെ സാങ്കേതികം മനസ്സിലാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വരുന്നവർ. ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ കൊല്ലം പഠിപ്പിച്ചാണ് എറണാകുളത്ത്, കേരള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോഴും ഒരാളൊക്കെ ഉണ്ടാകും പഠിക്കാൻ വരുന്ന ഒരാൾ, ബാക്കി എല്ലാവരും അഭിനയത്തിനുള്ള ക്രൈസാണ്. പാതി വഴിയിൽ പൊലിഞ്ഞുപോയ സ്വപ്നം പോലെ ഒരു സിനിമ പ്രേം നസീറിനെ നായകനാക്കി ചിത്രീകരിച്ച സിനിമ പൂർത്തിയാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ സിനിമ വെള്ളിത്തിരയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ സംവിധായകന്റെ കഥ മറ്റൊന്നാകുമായിരുന്നു, വിജയങ്ങളുടെ തുടക്കമാകുമായിരുന്നു. നസീർ ഫാൻസിൻ്റെ ഒരു സിനിമ, അത് എന്നെക്കൊണ്ട് ജയിക്കാമെന്ന പ്ലാനിട്ട് ഞങ്ങൾ അതിൻ്റെ തിരക്കഥയെല്ലാം എഴുതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്
പശ്ചാത്തലത്തിലുള്ളതാണ്. അതിനായിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജ് മുഴുവൻ ചുറ്റി നടന്ന് കണ്ട് അവിടുത്തെ ഓരോ സ്ഥലവും വെച്ചാണ് സീനെല്ലാം എഴുതി ഒക്കെ റെഡിയാക്കി. പ്രേം നസീർ അതിൽ അഭിനയിക്കുന്നു. പ്രേം നസീർ ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നു, നസീർ ഫാൻസിൻ്റെ ആയതുകൊണ്ട്. ഷാനവാസ് ഫ്രീ ആയിട്ട് അഭിനയിക്കുന്നു, ഷാനവാസിൻ്റെ യൂണിറ്റ് ഫ്രീ ആയിട്ട് വന്ന് വർക്ക് ചെയ്യുന്നു. KR വിജയൻ മറ്റൊന്ന് ഇവരെല്ലാമായിട്ട് ഭയങ്കര ഒരു സ്റ്റാർ കാസ്റ്റ് വന്ന് അതിലവസാനം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഫൈനാൻസ് ചെയ്തിട്ടുണ്ടെന്ന ആൾ എവിടെയോ മറയിൽ പോയി കളഞ്ഞു. ഒരു ഗൾഫിൽ നിന്ന് വന്നൊരു ആളായിരുന്നു. അങ്ങനെ ആ പ്രോഗ്രാം നിന്നുപോയി. അന്ന് ഒരു കളർ സിനിമ ഒരു 1.5 ലക്ഷത്തിൽ തീരേണ്ടതാണെന്ന്. അന്ന് ഫിലിമിനൊക്കെ അത്ര വിലയുള്ളേ. അപ്പോൾ ഞാനും പ്രേംനസീറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 1.5 ലക്ഷത്തിൽ തീരേണ്ടതാണല്ലോ ഇത്. അത് തീർക്കാൻ സമ്മതിക്കാതെ വേറെ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതുപോലെ പോയതാണ്. അല്ലെങ്കിൽ വലിയൊരു കൊമേഴ്സ്യൽ പടം അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നത്.